പാലക്കാട് നഗരത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായകമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ലൈംഗിക അതിക്രമത്തിനിടെ ശ്വാസം മുട്ടിയും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റുമാണ് മരിച്ചതെന്ന് റിപ്പോർട്ട്. വണ്ടിത്താവളം മല്ലുകുളമ്പ് സ്വദേശി സുബ്ബയ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് സ്വദേശിയായ 46-കാരിയാണ് മരിച്ചത്. ഗോകുൽ VS വിവരങ്ങൾ നൽകും. ഗോകുൽ, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ പുറത്തുവരുന്നത്. ലൈംഗിക അതിക്രമത്തിനിടെ ശ്വാസം കിട്ടാതെ ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് അത്രയും വേദനിപ്പിക്കുന്നത് കൂടിയാണ്. എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വ്യക്തത? അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ലൈംഗിക അതിക്രമം നടത്തുന്നതിനിടെ ശ്വാസം മുട്ടിയും ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റുമാണ് ഈ യുവതി മരിച്ചതെന്നാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ സുബ്ബയ്യൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ബോധരഹിതയായിട്ടാണ് ആ സ്ത്രീയെ കൊണ്ടുവന്നത്. അപ്പോൾ താൻ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അങ്ങനെയാണ് ഈ യുവതി ഇവിടെ എത്തിച്ചതെന്നാണ് പോലീസിനോടും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരോടും പറഞ്ഞത്. പക്ഷെ സംശയം തോന്നി, ഇയാൾ വലിയ മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചു. അവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ ഇയാൾ പറയുന്നതിൽ പലതിലും അവ്യക്തത കണ്ടു. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തുകയും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയും ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ 46-കാരി മരിച്ചത്. ലൈംഗിക അതിക്രമം നടത്തുന്നതിനിടെയാണ് ശ്വാസം മുട്ടിച്ചാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി. ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്, വാരിയലടക്കം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായതോടുകൂടി തന്നെ ഇയാൾ കൂടുതൽ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിലാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതും ഇയാളാണ് കൊല നടത്തിയതെന്നും മനസ്സിലായത്. ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയി അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ടാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നിർണായകമായ കാര്യങ്ങൾ പോലീസിനോട് പങ്കുവയ്ക്കുകയും ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കമുള്ള നടപടികളുമായി പോലീസ് നീങ്ങുകയും ചെയ്തത്. ഗോകുൽ VS പാലക്കാട്ട് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു.